ഈ CPM കത്ത് വിവാദം വലിയ ചർച്ചയാകുന്നുണ്ടല്ലോ. ഷർഷാദ് എന്ന് പറഞ്ഞ ഒരു വ്യവസായി CPM കൊടുത്ത കത്താണ് ഇപ്പോൾ പുറത്തു വായിക്കുന്നത്. അതിൽ ഇപ്പോൾ ആരോപണം വന്നത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററുടെ മകൻ്റെ പേരിലാണ്. മകനാണ് ആ കത്ത് ചോർത്തിയത് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വലിയ ചർച്ചയും കാര്യങ്ങളൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിരോധത്തിലാകുന്നത് സംസ്ഥാന സെക്രട്ടറി തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി ഒരു വക്കീൽ നോട്ടീസ് ഈ പറഞ്ഞ വ്യവസായിക്ക് അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. അതിൽ 3 ദിവസത്തിനകം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പിൻവലിക്കണം, സോഷ്യൽ മീഡിയയിലും മറ്റ് പ്ലാറ്റ്ഫോമുകളിലൊക്കെ പോസ്റ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം പിൻവലിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അയച്ചതെന്നാണ് നമുക്ക് വിവരം. എന്തൊക്കെയാണ് അതിനകത്ത് കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങൾ? തീർച്ചയായിട്ടും ആ കത്തിൽ ഇനി നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകുമെന്നാണ് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. CPM കത്ത് ചോർച്ചാ വിവാദത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ വക്കീൽ നോട്ടീസിന് മറുപടി നൽകുമെന്ന് പ്രതികരിച്ച് ചെന്നൈയിലെ വ്യാപാരി മുഹമ്മദ് ഷർഷാദ് രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ പാർട്ടി കുടുംബം തകർത്തവനൊപ്പമാണ് നിലകൊള്ളുന്നതെന്നും അങ്ങനെയെങ്കിൽ പാർട്ടിയോട് ഗുഡ് ബൈ പറയേണ്ടി വരുമെന്നാണ് ഷർഷാദ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചത്. അതേസമയം വ്യക്തിപരമായ വിഷയത്തിനപ്പുറത്തേക്കാണ് പ്രശ്നങ്ങളെന്നാണ് UDF നേതാക്കൾ പറയുന്നത്. LDF സർക്കാരിനെ വെട്ടിലാക്കുന്ന അവതാരപ്പിറവികളാണ് ഉണ്ടാകുന്നതെന്നാണ് ഇത്തരത്തിൽ വിമർശനവും ഉണ്ടാകുന്നത്. അതായത് ബിനാമി ആരോപണങ്ങളിലടക്കം സർക്കാരിനെതിരെ സമരത്തിനൊരുങ്ങുകയാണ് UDF. നേരത്തെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ആക്ഷേപങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടാണ് മുഹമ്മദ് ഷർഷാദിനെതിരെ MV ഗോവിന്ദൻ വക്കീൽ നോട്ടീസ് അയച്ചത്. 3 ദിവസത്തിനകം ആരോപണങ്ങൾ പിൻവലിക്കണമെന്നാണ് ആവശ്യം. ഷർഷാദ് PBക്ക് പരാതി നൽകിയെന്ന് സ്ഥിരീകരിക്കുന്ന MV ഗോവിന്ദൻ ഇതിന് പിന്നിൽ തൻ്റെ മകനല്ലെന്നും ഷർഷാദ് തന്നെയാണെന്നും നോട്ടീസിൽ പറയുന്നുണ്ട്. അപ്പോൾ ഉന്നയിച്ച ആരോപണം അതേ മീഡിയ വഴി തിരുത്തി നൽകണമെന്നും അപകീർത്തികരമായ ആക്ഷേപങ്ങൾ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ഉടൻ നീക്കം ചെയ്യണമെന്നും വക്കീൽ നോട്ടീസിൽ പറയുന്നുണ്ട്. PBക്ക് നൽകിയ കത്ത് MV ഗോവിന്ദൻ്റെ മകൻ ചോർത്തിയെന്നാണ് ആരോപണം. കത്ത് പ്രചരിപ്പിച്ചതിന് പിന്നിൽ ഷർഷാദ് തന്നെയാണെന്നും പരാതി കൊടുത്തതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ഇത് പ്രചരിക്കുന്നുണ്ടെന്നും നോട്ടീസിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. PBക്ക് മുഹമ്മദ് ഷർഷാദ് അയച്ച കത്ത് പുറത്തായത് വൻ വിവാദമായിരിക്കുകയാണ് MV ഗോവിന്ദൻ ഈ നിയമ നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. അപ്പോൾ PBക്ക് ഷർഷാദ് നൽകിയ പരാതി ചോർത്തിയത് തൻ്റെ മകൻ ശ്യാംജിത്താണെന്ന ആരോപണം തെറ്റാണ്. PB അംഗം വഴി പാർട്ടിക്ക് നൽകിയ പരാതി അന്ന് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. അതിനു പിന്നിൽ ഷർഷാദ് തന്നെയാണെന്നാണ് വക്കീൽ നോട്ടീസിൽ MV ഗോവിന്ദൻ പറയുന്നത്. അപ്പോൾ തൻ്റെ മകൻ കത്ത് ചോർത്തിയെന്ന ആരോപണം പൊതുസമൂഹത്തിൽ തനിക്ക് അവമതിപ്പുണ്ടാക്കി. ആരോപണം പിൻവലിച്ച് മാപ്പ് പറയണമെന്നും തെറ്റായ ആരോപണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നീക്കണമെന്നുമാണ് വക്കീൽ നോട്ടീസിലെ ആവശ്യം. അതിനിടെ ഇപ്പോഴത്തെ കത്ത് വിവാദത്തിന് പിന്നിൽ കണ്ണൂർ CPMലെ ചേരിപ്പോരാണെന്ന് റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ കോടിയേരിയുടെ വിടവാങ്ങലിന് ശേഷം പാർട്ടി സെക്രട്ടറി ആയതും കണ്ണൂരുകാരനായ MV ഗോവിന്ദനായിരുന്നു. മുതിർന്ന നേതാവും കേന്ദ്ര കമ്മിറ്റി അംഗവുമായിരുന്ന EP ജയരാജൻ സംസ്ഥാന സെക്രട്ടറി ആകുമെന്നായിരുന്നു കരുതിയിരുന്നത്. അല്ലെങ്കിൽ EP ജയരാജനും അദ്ദേഹത്തിൻ്റെ ആരാധകരും ആഗ്രഹിച്ചിരുന്നതും അതുതന്നെയായിരുന്നു. കോടിയേരി ബാലകൃഷ്ണൻ ആരോഗ്യ കാരണങ്ങളാൽ അവധിയിൽ പ്രവേശിച്ചപ്പോൾ താൽക്കാലിക സെക്രട്ടറിയായി അന്നത്തെ LDF കൺവീനറായിരുന്ന A വിജയരാഘവൻ എത്തി. പിന്നീട് പാർട്ടി സെക്രട്ടറിയായി MV ഗോവിന്ദനെ തെരഞ്ഞെടുത്തു. ഇതോടെയാണ് EP പാർട്ടിയുമായി അകലുന്നത്. റിസോർട്ടിനെതിരെ ആരോപണമടക്കം എത്തിയപ്പോൾ EP ജയരാജൻ പ്രതിരോധത്തിലാവുകയായിരുന്നു. പാർട്ടിയിൽ ഏറെക്കുറെ തഴയപ്പെട്ട അവസ്ഥയിലാണ് EP. പാർട്ടിയുടെ സമുന്നത പദവിയായ പോളിറ്റ് ബ്യൂറോ അംഗത്വം സ്വപ്നം കണ്ടിരുന്ന EPക്ക് മുന്നണി കൺവീനർ സ്ഥാനവും നഷ്ടമായിരുന്നു. ഇപ്പോൾ ഷർഷാദ് പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ പരാതി ചോർന്ന വഴിയാണ് നേതാക്കൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കണ്ണൂർ ജില്ലക്കാരനും പഴയകാല പാർട്ടി പ്രവർത്തകനുമാണ് ചെന്നൈ വ്യവസായി എന്നറിയപ്പെടുന്ന ഷർഷാദ്. EP തന്നെ വിളിച്ചിരുന്നുവെന്ന് പരാതിക്കാരൻ വ്യക്തമാക്കിയതോടെ കണ്ണൂർ പാർട്ടിയിലെ അനൈക്യത്തിൻ്റെ ഭാഗമാണ് വിവാദമെന്നായി ആരോപണം. MV ഗോവിന്ദനെതിരെ നടക്കുന്ന നീക്കത്തിൽ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ മൗനത്തിലാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. ആരോപണ വിധേയനായ രാജേഷ് കൃഷ്ണയുമായുള്ള ബന്ധം, UK പ്രതിനിധിയായി പാർട്ടി കോൺഗ്രസിൽ എത്തിയത് തുടങ്ങി നിരവധി വിഷയങ്ങളിൽ നേതൃത്വം മറുപടി പറയേണ്ടി വരും. പാർട്ടി സെക്രട്ടറിയുമായുള്ള വ്യക്തിപരമായുള്ള അടുപ്പത്തെ രാജേഷ് കൃഷ്ണ ഏതെങ്കിലും തരത്തിൽ ഉപയോഗിച്ചു എന്നാണ് ഉയരുന്ന പ്രധാന ചർച്ച. മകനുമായുള്ള അടുപ്പത്തിൽ പാർട്ടിക്ക് ഇടപെടാൻ പറ്റിയില്ലെങ്കിലും പാർട്ടിക്ക് നൽകിയ പരാതി എങ്ങനെ രാജേഷിൻ്റെ കയ്യിൽ എത്തിയെന്നതിൽ നേതൃത്വം മറുപടി പറയേണ്ടി വരും. മന്ത്രി സജി ചെറിയാൻ മാത്രമാണ് പാർട്ടി സെക്രട്ടറിയെ പൂർണ്ണമായി ന്യായീകരിച്ച് രംഗത്തെത്തിയത്. പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാനെത്തിയ നേതാക്കൾ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ പാർട്ടിക്കെതിരെ നീങ്ങാനുള്ള ഒരു ഏണിയായി ഇപ്പോൾ ഇവർക്ക് UDFന് ഈ ഒരു കത്ത് വിവാദം വലിയൊരു ഇതാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഇത്തരത്തിലുള്ള എനിക്ക് ഇതിനകത്തൊരു ഡൗട്ട്, ഇതിൽ ശ്യാംജിത്തിന്റെ ഇടപെടൽ വരാനുള്ള സാധ്യത എങ്ങനെയാണ് ഇവർ പറയുന്നത്? ഈ പോളിറ്റ് ബ്യൂറോക്കല്ലേ കത്ത് കൊടുത്തത്? അതെ, അതിൽ ആ കത്ത് ചോർന്നത് ശ്യാംജിത്ത് വഴിയാണെന്നാണ് ഇവർ. ശ്യാംജിത്തിന് കിട്ടിയ കത്ത് അതാണ് ഇവരുടെ എല്ലാം സംശയം. ഇത് നിലനിൽക്കുന്നത് സംസ്ഥാന കമ്മിറ്റിക്കാണ്, MV ഗോവിന്ദനാണ് കത്ത് കൊടുത്തിരുന്നതെങ്കിൽ ശ്യാംജിത്തിന് സാധ്യതകളുണ്ട് പറയാൻ പറ്റും. അതെ, പക്ഷെ പോളിറ്റ് ബ്യൂറോയ്ക്ക് കൊടുത്തൊരു കത്ത് ശ്യാംജിത്തിന് ലഭിക്കുക, എനിക്ക് അതിന്റെ ലോജിക്ക് മനസ്സിലായിട്ടില്ല. അതെന്താണെന്ന് അത് ഈ പാർട്ടി സെക്രട്ടറിക്കെതിരെ ഇപ്പൊ നിരന്തരം ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അദ്ദേഹം ജോത്സ്യനെ കാണാൻ പോയി എന്നും പറഞ്ഞ് അത് കത്തിക്കാൻ നോക്കി, പക്ഷെ അത് അധികം ക്ലിക്കായില്ല.
അപ്പോഴത്തേക്ക് വീണ്ടും അടുത്തൊരു സാധനം ഇത് ശ്യാംജിത്തുമായി ബന്ധപ്പെടുത്തി വരുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതാണ്. അതുകൊണ്ടായിരിക്കും അവർ പക്ഷേ അദ്ദേഹം വക്കീൽ നോട്ടീസ് അയച്ചത്. ഏതായാലും കത്ത് അല്പായുസ്സുള്ള വിവാദമായി കെട്ടടങ്ങുമെന്നും ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തുമെന്നും അപവാദം പ്രചരിപ്പിച്ചതാണ് വലതുപക്ഷ മാധ്യമങ്ങളെന്നും പി ജയരാജൻ വ്യക്തമാക്കിയിട്ടുണ്ട്. CPM-നെതിരെ വലതുപക്ഷ മാധ്യമങ്ങൾ ഉയർത്തിയത് അല്പായുസ്സുള്ള വിവാദമെന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പം നിരന്തരം CPM വിരുദ്ധ വാർത്തകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നും പി ജയരാജൻ വ്യക്തമാക്കി. പാർട്ടിയെ പ്രതിരോധത്തിലാക്കി കത്തുവാദത്തിൽ പല നേതാക്കളും പ്രതികരണം നടത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. MP രാജേഷൊക്കെ ഇതിന് കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട്. അപ്പോൾ 4 കൊല്ലമായി വാട്സാപ്പിൽ കറങ്ങുന്ന കത്താണ് ഇത് വിവാദമായെന്നാണ് MP രാജേഷ് പറഞ്ഞത്. CPM പാർട്ടി നേതാക്കൾ UK-യിലെ വ്യവസായി രാജേഷ് കൃഷ്ണയുമായി നടത്തിയ പണമിടപാടിൽ അന്വേഷണം ആവശ്യപ്പെട്ട് PBക്ക് നൽകിയ പരാതിയാണ് ചോർന്നത്. കത്ത് ചോർച്ചയ്ക്ക് പിന്നിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ മകൻ ശ്യാംജിത്താണെന്ന് കാണിച്ച് ആണ് മാഹിയിലെ വ്യവസായി മുഹമ്മദ് ഷർഷാദ് ജനറൽ സെക്രട്ടറി MA ബേബിക്ക് കത്ത് നൽകിയത്. അതാണ് ഈ PBക്ക് അയച്ച കത്ത്, PBക്ക് നൽകിയ കത്ത് എങ്ങനെ ചോർന്നു എന്നുള്ള. ഒരു പക്ഷേ ഇനി പാർട്ടി സെക്രട്ടറിക്ക് ആദ്യം ഇതിൻ്റെ ഒരു പകർപ്പ് എല്ലാം വെച്ചിട്ടെങ്ങനെയാണോ അയച്ചത് എന്നുള്ള കാര്യം അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട്. കാരണം ചിലപ്പോൾ ഇങ്ങനത്തിലുള്ള കത്ത് കൊടുക്കുമ്പോൾ PBക്ക് കൊടുക്കുന്നതിന് മുമ്പായി CC ഒക്കെ വെക്കുമല്ലോ സ്വാഭാവികമായിട്ട്. അങ്ങനെ വല്ലതും വെച്ചിട്ടുണ്ടെങ്കിൽ അതുവഴി ചോർന്നതാവാനാകാം സാധ്യത. അല്ല, അപ്പോഴും ഒരു പ്രശ്നമുണ്ട് വിൻചേട്ടാ. അതായത് 2 കത്താണ് കൊടുത്തതെന്ന് പറഞ്ഞത്. ഒന്ന് കോടിയേരിക്ക് കൊടുത്ത കത്ത് മലയാളത്തിലും മറ്റേ പോളിറ്റ് ബ്യൂറോ അവർക്ക് കൊടുത്തത് ഇംഗ്ലീഷിലുമാണ് കത്ത് കൊടുത്തിരുന്നത്. ഇംഗ്ലീഷിൽ കൊടുത്ത കത്തിൻ്റെ ഭാഗമാണ് ചോർന്നിരിക്കുന്നത്. അതാണ് ഇപ്പോൾ ചാനലിലും മറ്റേ ഇതിലൊക്കെ വന്നിരിക്കുന്ന ആ ഭാഗമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് എപ്പോഴും മനസ്സിലാവാത്ത ശ്യാംജിത്തിൻ്റെ പേരിൽ വരാനുള്ള സാധ്യത അതായിരിക്കാം. ഒരു പക്ഷേ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ തന്നെ ഇപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചിട്ട് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി രംഗത്തെത്തുന്നത്. അല്ലെങ്കിൽ ഗോവിന്ദൻ മാഷക്ക് അതിന് പ്രതിരോധിക്കേണ്ട കാര്യമില്ല. PB പ്രതിരോധിച്ചാൽ മതി. PB ആണല്ലോ അതിന്, MA ബേബിക്ക് ആണല്ലോ അതിന് ഇറങ്ങിത്തിരിക്കുന്നത്. പക്ഷേ MA അവരാരും ഇതുവരെ അതിന് പ്രതികരിച്ചിട്ടില്ല. നിയമപരമായി നേരിട്ടോളാനായിരിക്കും തീരുമാനിച്ചിട്ടുണ്ടാവുക. അതെ, പരാതി ചോർന്നതിൽ അടിമുടി ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. പാർട്ടി കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയത് റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾക്കെതിരായ മാനനഷ്ട കേസിലെ തെളിവായി രാജേഷ് കൃഷ്ണ തന്നെയാണ് ഷർഷാദിൻ്റെ പരാതി ദില്ലി ഹൈക്കോടതിയിൽ ഹാജരാക്കുന്നത്. രാജേഷ് കൃഷ്ണയും സംസ്ഥാനത്തെ പ്രമുഖരായ പാർട്ടി നേതാക്കളുമായി വലിയ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്നാണ് ഇതിലെ ഉള്ളടക്കം. ഏതായാലും കത്തിൽ ഇനി നിയമ പോരാട്ടം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ഇന്ന് നൽകുന്നത്. രേഖ വ്യാജമല്ലെന്ന് സംബന്ധിച്ച് CPM-ഉം രംഗത്തെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 3 ദിവസത്തിനകം മാപ്പ് പറഞ്ഞ് പ്രസ്താവന പിൻവലിക്കണമെന്നാണ് ഇപ്പോൾ MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. PBക്ക് ലഭിച്ചതാണെന്ന സ്ഥിരീകരണം ഗോവിന്ദൻ വക്കീൽ നോട്ടീസിൽ നൽകുന്നുണ്ട്. ഈ കത്ത് ചോർന്നത് നേതാക്കളിലൂടെ അല്ലെന്നുള്ള വിശദീകരണമുണ്ട്. ശരിക്കും കത്ത് പോയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ചോർന്നത് തൻ്റെ കയ്യിൽ നിന്നല്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇതിലൊരു നിയമ പോരാട്ടം ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏതായാലും കൃത്യമായ ഒരു കൊടുത്തയാൾക്ക് തന്നെ ഇത് ചോർച്ച നൽകാൻ പറ്റൂലേ? അങ്ങനെ നൽകാം. അതെ അതെ അതെ, തീർച്ചയായിട്ടും മാധ്യമങ്ങൾക്ക് നൽകാൻ അയാൾക്ക് തന്നെ ചെയ്യാലോ, അല്ലെങ്കിൽ അയാൾ വേറെ ആരെങ്കിലും വഴി മാധ്യമങ്ങൾക്ക് അയച്ചു കൊടുക്കാമല്ലോ. CPM-ലെ അതെ അതെ അതെ. പിന്നെ ഇത്തരത്തിലുള്ള ഇവർക്കിനി MV ഗോവിന്ദൻ മാഷിൻ്റെ മകനുമായിട്ട് സൗഹൃദമുണ്ടോ എന്നുള്ള കാര്യവും സംശയമുണ്ട്. അപ്പോൾ അവർ തന്നെ ചിലപ്പം ഞങ്ങൾ ഇങ്ങനൊരു കത്ത് കൊടുക്കുന്നു എന്ന രീതിയിൽ എങ്ങനെ അയച്ചു കൊടുക്കുകയോ വല്ലതും ചെയ്തിട്ടുണ്ടാകാം. അങ്ങനെയൊക്കെ എന്തെങ്കിലും സാധ്യതകളുണ്ടോ എന്നറിയില്ല. എന്തായാലും അന്വേഷണം നടക്കട്ടെ. അതെ.